ഷെരീഫിൻ്റെ വീട്ടിൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ഷെരീഫിന് മാത്രം ഉറക്കമില്ല. കണ്ണടച്ച ടെൻഷൻ കൂടുന്ന ഒരു അവസ്ഥ. അതിന് കാരണക്കാരി മൂടിപ്പൊതിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ഇപ്പുറത്ത് ഷെരീഫിൻ്റെ ഭാര്യ സാബിറ. തൊട്ടടുത്ത് 2 വയസ്സായ മോളും ഉണ്ട്. ഷെരീഫിൻ്റെ ഈ ഒരു അങ്കലാപ്പിന് കാരണം നാളെയാണ് സാബിറയെ പ്രസവത്തിന് അഡ്മിറ്റ് ആക്കേണ്ടത്. ഇത്തിരി കോംപ്ലിക്കേഷൻസും കാര്യങ്ങളുമൊക്കെ തുടക്കത്തിൽ തന്നെ സാബിറയ്ക്കുണ്ട്. ഷെരീഫ് എന്തായാലും ഉറക്കം വരാതെ ഉറങ്ങാൻ കിടക്കുന്ന പോലെ അങ്ങ് കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് ഷെരീഫ് രാവിലെ തന്നെ ആശുപത്രിയിലോട്ട് പോകാനുള്ള തിരക്കിലായി. സാബിറയുടെ ഉമ്മയൊക്കെ നേരെ ആശുപത്രിയിലാണ് വരുന്നത്. ഭാര്യയും മകളെയും ആശുപത്രിയിലേക്കുള്ള സാധനങ്ങളും ഒക്കെയായിട്ട് ഷെരീഫ് ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം പിന്നിട്ടു. അപ്പോഴാണ് സാബിറയ്ക്ക് പ്രസവ വേദന തുടങ്ങുന്നത്. ഷെരീഫിന് വീണ്ടും ടെൻഷൻ കൂടി. സാബിറയെ ലേബർ റൂമിലേക്ക് മാറ്റുകയാണ്. പുറത്താണെങ്കിൽ ഷെരീഫിനെയും കുട്ടിയെയും മൂത്ത കുട്ടിയൊക്കെ കൂടാതെ നിറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. ഷെരീഫിൻ്റെ 3-4 അത്യാവശ്യപ്പെട്ട കുടുംബക്കാരും പിന്നെ സാബിറയുടെ ഉമ്മയും സഹോദരങ്ങളും അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇയാളുടെ ഈ അമിത ടെൻഷനാണ്. എന്തായാലും ആരും തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ല. ഒന്നാമത് സാബിറയുടെ വീട്ടുകാരും ഷെരീഫും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലൊന്നും അല്ല. ഇത് എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പോഴുണ്ട് ലേബർ റൂമിൽ നിന്നും നേഴ്സ് വന്ന് പറയുകയാണ്, സാബിറയ്ക്ക് അത്യാവശ്യമായിട്ട് ഭർത്താവിനെ കാണണമെന്നാണ് പറയുന്നത്. കേൾക്കേണ്ട താമസം ഷെരീഫ് ഒരു വിളിക്ക് കാത്തു നിന്ന പോലെ ഓടി അങ്ങോട്ട് അകത്ത് കയറിപ്പോയി. സാബിറയുടെ ആൾക്കാർക്കും ഒന്നും പിടിയിട്ടുന്നില്ല. ലേബർ റൂമിലോട്ട് കയറ്റിവിട്ട ഷെരീഫ് അതിനകത്ത് പോയി ഭാര്യയോട് എന്തൊക്കെയോ ഇങ്ങനെ പതിയെ സംസാരിക്കുകയാണ്. നേഴ്സുമാരെ കുറച്ച് കഴിഞ്ഞ് അയാൾ അവിടെ ചെയ്യുന്നത് കണ്ട് ഞെട്ടിപ്പോയി. ആശുപത്രിക്കാരും പുറത്ത് നിന്നവരും ഒക്കെ തള്ളിപ്പോകുന്ന പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. എന്താണ് ആ ലേബർ റൂമിൽ നടന്നത്, പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്, നമുക്ക് ആ സംഭവത്തിലേക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൾ എന്ന നോട്ടിഫിക്കേഷനും ഓണാക്കൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. മലപ്പുറത്ത് അരിക്കോടാണ് ഷെരീഫിൻ്റെയും സാബിറയുടെയും താമസം. രണ്ടുപേരും അത്യാവശ്യം ഇടത്തരം കുടുംബ പശ്ചാത്തലമൊക്കെ ഉള്ള വീടുകളിലെയാണ്. സാബിറ പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ കെട്ടിയതാണ് ഈ ഷെരീഫിനെ, അതായത് വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചതാണ്. ഷെരീഫിനാണെങ്കിൽ സാബിറയെക്കാളും നല്ല പ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇവർക്ക് ആദ്യം ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. ഫാത്തിമ ഫിദ എന്നാണ് ആ കുഞ്ഞിനിട്ട പേര്. ഇവരുടെ ജീവിതം തുടക്കത്തിലൊക്കെ നല്ല സന്തോഷത്തിൽ പോയെങ്കിലും പോകെ ആ വീട്ടിൽ പല പ്രശ്നങ്ങളും തലപൊക്കാൻ തുടങ്ങി. ഇവർ വീട്ടുകാരിൽ നിന്നൊക്കെ മാറി മലപ്പുറത്ത് ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. അതും ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ഷെരീഫുമായിട്ട് സാബിറയുടെ വീട്ടുകാർ അത്ര ചേർച്ചയിലല്ല പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അയാളുടെ ഈ സ്വഭാവം തന്നെയാണ്. പെണ്ണ് വിഷയത്തിൽ ഭയങ്കര തൽപരനാണ് ഈ ഷെരീഫ്. ഇത് സാബിറയ്ക്കും പിന്നീട് പിടികിട്ടി. ഇത് എന്ന് സാബിറ കണ്ടുപിടിച്ചോ അന്ന് മുതലാണ് അവരുടെ കഷ്ടകാലവും ഷെരീഫിൻ്റെ നല്ല കാലവും തുടങ്ങുന്നത്. രഹസ്യമായിട്ട് പരസ്ത്രീ ബന്ധം തുടർന്നുകൊണ്ടിരുന്ന ഷെരീഫിൻ്റെ ഈ കള്ളക്കളി സാബിറ കയ്യോടെ പൊക്കുകയാണ്. സാധാരണ ഭാര്യ ഭർത്താവിൻ്റെ അവിഹിതം പൊക്കിയാൽ ഭർത്താവ് ഒന്ന് പേടിച്ച് ഒതുങ്ങാൻ നോക്കും. തിരിച്ച് ഭാര്യയുടെ അവിഹിതമാണ് ഭർത്താവ് പിടിക്കുന്നെങ്കിൽ ഭാര്യയും മാപ്പൊക്കെ പറഞ്ഞ് ഒരു പൊടിക്ക് ഒതുങ്ങും. അങ്ങനെയാണ് മിക്കയിടത്തും നടക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഒളിവും മറയും വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഭാര്യ പൊക്കിയതോടെ ഷെരീഫ് എന്ന ഭർത്താവിന് ലൈസൻസ് കിട്ടിയ പോലെയായി. അയാൾ വിചാരിച്ചത് എന്തായാലും ഇവള് പിടിച്ചു, ഇനിയിപ്പോൾ ഒളിച്ചും മറിച്ചും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. അയാളുടെ ഈ ഒരു പ്രവൃത്തിയൊക്കെ സാബിറ എതിർക്കുകയാണ്. ഇതോടെ ഷെരീഫും സാബിറയും തമ്മിൽ വഴക്കും ബഹളവും ഒക്കെയായി. ഇപ്പോഴും സാബിറയ്ക്ക് വലിയ പ്രായം ഇല്ലെന്ന് ഓർക്കണം. ഷെരീഫ് ഈ പെൺകുട്ടിയെ അത്യാവശ്യം മർദ്ദിക്കുകയും ചെയ്യും. ഇതെല്ലാം സാബിറ വീട്ടുകാരെ അറിയിക്കുകയാണ്. സാബിറയ്ക്ക് 3-4 സഹോദരങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഈ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഷെരീഫുമായിട്ട് തെറ്റാൻ തുടങ്ങി. 2 വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. സാബിറ ഇപ്പോൾ വീണ്ടും ഗർഭിണിയായിരിക്കുകയാണ്. ഷെരീഫിന് ഇതിനകം തന്നെ സാബിറയുമായിട്ടുള്ള ജീവിതമൊക്കെ ഏതാണ്ടൊക്കെ മടുത്ത അവസ്ഥയാണ്. അയാളുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സാബിറയെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കിയ ശേഷം ഇഷ്ടത്തിനൊത്തൊരു പെണ്ണിനെയൊക്കെ കെട്ടി ജീവിക്കുക എന്നത്. പക്ഷേ ഇതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യവുമല്ല. ഓൾറെഡി ഇയാളുടെ പേരിൽ ഈ പരസ്ത്രീ ബന്ധമൊക്കെ കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഇടയിൽ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ സാബിറയുടെ മേൽ ഇയാൾ എന്താരോപിച്ചാലും അത് വില പോവില്ല. അപ്പോഴാണ് രണ്ടാമതും അവൾ ഗർഭിണിയായിരിക്കുന്നത്. സാബിറയുടെ ആരോഗ്യം അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് തുടക്കത്തിൽ തന്നെ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും ഭർത്താവെന്ന നിലയിൽ ഷെരീഫിനെ എഫക്റ്റ് ചെയ്തതേയില്ല.
അയാൾ അപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയൊക്കെ ഈ സമയത്തും സാബറയ്ക്ക് ടെൻഷനും പ്രഷറും കൊടുത്ത് അവിടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യമൊക്കെ ഇല്ലാതാക്കി കൊല്ലാമെന്നതായിരുന്നു. അടുത്ത് ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയായിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവൾക്ക് മെൻ്റലി ഇങ്ങനെ സ്ട്രെസ്സ് കൊടുക്കുകയാണ്. സാബറയുടെ ഹെൽത്ത് കണ്ടീഷൻ വീക്ക് ആണെന്ന് അറിഞ്ഞ് അവളുടെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നെങ്കിലും ഷെരീഫ് സമ്മതിച്ചില്ല. കാരണം അയാൾക്കറിയാം ഇവിടെ നിന്നും പോയാൽ സാബറ ബെറ്റർ ആവും. അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ ഇയാൾക്ക് പറ്റുകയുമില്ല. സാബിറ എല്ലാം സഹിച്ച് ആ വീട്ടിൽ തന്നെ നിന്നു. എന്നാലും അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാരും സാബിറയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്യേണ്ട ദിവസമെത്തി. ഷെരീഫ് പല മനക്കോട്ടകൾ ഇങ്ങനെ കെട്ടുകയാണ്. പ്രസവത്തിൽ തന്നെ ഭാര്യ മരിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. അയാൾ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും മരണം മുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവളെയും കൊണ്ട് ആശുപത്രിയിലെത്തുന്നത്. പോകുന്നതിന് മുമ്പ് ഷെരീഫ് ഒരാവശ്യം പറയുകയാണ് സാബിറയോട്, അതും വളരെ സ്നേഹത്തിൽ. അതാവുമ്പോൾ സാബിറയ്ക്ക് ഡൗട്ടും തോന്നില്ലല്ലോ. ആരോടും അവൾ പിന്നെ അതിനെ പറ്റി പറയുകയുമില്ല. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നെ ലേബർ റൂമിൽ, അതായത് നിനക്ക് പ്രസവവേദന വന്ന് ലേബർ റൂമിൽ കയറ്റി കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ പറയണം എന്നെ കാണണമെന്ന്. സാബിറ ചോദിച്ചു, അതെന്തിന്? അപ്പോൾ അയാൾ പറയണം, ഞാൻ നിൻ്റെ ആരോഗ്യത്തിനും സുഖപ്രസവത്തിനും കുഞ്ഞിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക അവിടെ വന്ന്. അപ്പോൾ സാബിറയ്ക്ക് അതിൽ മറ്റൊന്നും തോന്നിയില്ല. അതുവരെ കാണിച്ചതെല്ലാം മറന്ന അവൾ അതേപോലെ ലേബർ റൂമിലെത്തി പ്രസവവേദനയ്ക്കിടെ കരഞ്ഞുകൊണ്ട് ഈ ഭർത്താവിനെ കാണണമെന്ന് പറഞ്ഞു. ആ ഒരു വിളിക്ക് കാത്തു നിന്ന ഷെരീഫ് നേരെ അകത്ത് ചെന്ന് സാബിറയെ ആദ്യം സമാധാനിപ്പിക്കും പോലെയൊക്കെ നിൽക്കുകയാണ്. മറ്റുള്ളവരുടെ കണ്ണ് തെറ്റിയതും അയാൾ ഇത്തിരി നേരത്തിനിടയിൽ ഭാര്യയെ ഓരോന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മാത്രമല്ല അവരുടെ ആത്മാവിന് മോശം കിട്ടുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ അയാൾ അവിടെ നിന്ന് നടത്തുകയാണ്. ഇത് കൊണ്ടുവന്ന ആശുപത്രിക്കാർ നോക്കുമ്പോൾ സാബിറ ഇങ്ങനെ പ്രസവവേദനയിലും ഇയാൾ ഈ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷെരീഫ് കണ്ണടച്ച് നിന്ന് ജപിക്കുകയാണ്. ഇതോടെ അയാൾ അതിനകത്തു നിന്നും ഈ ആശുപത്രിയിലുള്ളവർ പിടിച്ച് പുറത്താക്കി. വിവരം പുറത്ത് നിന്നവരോട് പറയുകയും ചെയ്തു. ആശുപത്രി വച്ച് തന്നെ ഇതിൻ്റെ പേരിൽ സാബിറയുടെ വീട്ടുകാരുമായി ഷെരീഫും വീട്ടുകാരും നല്ല വഴക്കായി. ഭാര്യയുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് അയാൾ പറഞ്ഞു. ഭാര്യയുടെ മരണത്തിന് വേണ്ടി നിൽക്കുകയാണ് ഷെരീഫ് എന്ന് മറുഭാഗവും. എന്തായാലും സാബിറ രണ്ടാമതും പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. ഭാര്യയും മക്കളുമായി ഷെരീഫ് പിന്നീട് അങ്ങോട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത പോലെയായിരുന്നു ജീവിച്ചത്. പിന്നെ അങ്ങോട്ട് ഷെരീഫിൻ്റെ വഴിവിട്ട ജീവിതത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടപ്പാച്ചിൽ സാബിറയും വീട്ടുകാരൊക്കെ അങ്ങ് നിർത്തി. എങ്ങനെയോ പോട്ടെന്ന രീതിയിലേക്ക്, കാരണം 2 പെൺകുഞ്ഞുങ്ങളും ആയല്ലോ. വീണ്ടും 2 വർഷങ്ങൾ കഴിഞ്ഞുപോയി. സാബിറയ്ക്കാണെങ്കിൽ 21 വയസ്സും മൂത്ത മകളായ ഫാത്തിമ ഫിദയ്ക്ക് 4 വയസ്സും ഇളയ കുഞ്ഞായ ഹൈഫയ്ക്ക് ഇപ്പോൾ 2 വയസ്സുമായി. അതൊരു പെരുന്നാൾ മാസമായിരുന്നു. മക്കൾക്കും സാബിറയ്ക്കും ഒന്നും പെരുന്നാളിന് തുണികളോ ഒന്നും അവിടെ വാങ്ങിയിട്ടില്ല. കുട്ടികൾ പുതിയ ഉടുപ്പ് വേണം പെരുന്നാളിന് എന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഷെരീഫാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. സാബിറ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം ഷെരീഫ് വന്ന് പറയുന്നത്, നിങ്ങൾക്ക് പിറന്നാളിന് ഉടുപ്പൊക്കെ വാങ്ങണ്ടേ? കുറച്ച് തുണികളൊക്കെ നമുക്ക് വാങ്ങാം. കുറേ നാളായി നിങ്ങൾ പറയുകയില്ലേ പെട്ടെന്ന് ഇറങ്ങിക്കോ എന്നും. അതും രാത്രി. സാബിറയ്ക്ക് അത്ഭുതം തോന്നി. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാനുള്ളത് കാര്യം എന്തെന്ന് കേട്ടിട്ട്. പിന്നെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും എന്ന് കരുതി പിള്ളേരെ ഇറക്കി സാബിറ റെഡിയാവുകയാണ് ഭർത്താവിനൊപ്പം തുണിയെടുക്കാൻ പോവാൻ. പിള്ളേരൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. സാബിറയും മക്കളും ഒരുങ്ങി ഇറങ്ങി. ഷെരീഫ് സ്കൂട്ടറിൻ്റെ മുന്നിൽ ഈ 2 വയസ്സുകാരി ഹൈഫയും നിർത്തി, നടുക്ക് 4 വയസ്സുകാരി ഫാത്തിമയെയും പിറകെ ഭാര്യയൊക്കെ ഇരുത്തി ഈ ചെറിയ സ്കൂട്ടറിൽ തുണിക്കടയിലോട്ട് പോവുകയാണ്. ഈ പോകുന്നത് അയൽവാസികളിൽ ചിലരൊക്കെ കാണുകയും ചെയ്തു. ഈ പോയ കുടുംബം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പിന്നെ തിരിച്ചു വന്നില്ല. അത് പക്ഷെ ആരും ശ്രദ്ധിച്ചതുപോലുമില്ല, കാരണം രാത്രിയായല്ലോ. രാത്രി ഒരു 2-2:30 മണിയായതും ഷെരീഫിൻ്റെ അയൽവാസിയും കുടുംബവും പുറത്ത് ആരോ കതകൾ തട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. ആ വീട്ടുകാർ എഴുന്നേറ്റ് വന്ന് ലൈറ്റിട്ട് കതക് തുറന്നപ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് അവർ കാണുന്നത്. ദേഹം മുഴുവൻ നനഞ്ഞ് ഒരു പരുവത്തിൽ ഷെരീഫ് നിൽക്കുകയാണ്. തോളിലാണെങ്കിൽ ഈ 2 വയസ്സുകാരി ഹൈഫയും കിടക്കുന്നുണ്ട്. ഷെരീഫ് പറയുകയാണ് കരഞ്ഞുകൊണ്ട്, സഹായിക്കണം, ഞങ്ങൾ തുണിയൊക്കെ എടുത്ത് മടങ്ങുകയായിരുന്നു. വഴിക്ക് എൻ്റെ സ്കൂട്ടറിന് എന്തോ പറ്റി, അത് വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു. സാബിറയും മോളും എന്നെ വിട്ടു പോയി. എനിക്ക് അവരെ രക്ഷിക്കാനും പറ്റിയില്ല. പക്ഷേ എനിക്ക് ഈ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇവളെ മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് അലമുറയിട്ട് കരയാൻ തുടങ്ങി.
തോളി കിടന്ന കുഞ്ഞിനെ എടുത്ത് നിലത്ത് കിടത്തി ആ വീട്ടുകാർ നോക്കിയപ്പോൾ ആ കുഞ്ഞ് മരിച്ചിരുന്നു. പിന്നെ നാട്ടുകാർ എല്ലാവരും കൂടി ഷെരീഫ് പറഞ്ഞ വെള്ളക്കെട്ടിലേക്ക് ഓടി. പോലീസും അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ കണ്ടത് സാബിറയും ഫാത്തിമയും വെള്ളത്തിൽ മരിച്ചു കിടക്കുകയാണ്. പിന്നീട് എല്ലാവരും കൂടി അവരുടെ ബോഡി കരയിലേക്ക് കൊണ്ട് കിടത്തി. ഇതിങ്ങനെ വണ്ടി മറിഞ്ഞു എന്നുള്ളത് പോലീസും നാട്ടുകാരും ഒക്കെ ചോദിക്കുകയാണ്. ഷെരീഫ് പറഞ്ഞത്, ഏറെ വൈകിയ കാരണം ഇത്തിരി സ്പീഡിലാണ് ഞാൻ സ്കൂട്ടർ ഓട്ടിച്ചത്. വണ്ടിയുടെ ടയർ പഞ്ചറായി നിയന്ത്രണം വിട്ട് വണ്ടി ഈ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു. മുങ്ങി തപ്പിയപ്പോൾ കിട്ടിയത് എനിക്ക് ഈ പൊടിക്കൊഞ്ഞിനെ മാത്രമായിരുന്നു. ഷെരീഫ് എന്നിട്ട് വാവിട്ട് കരയാണ്. അതിനെയും എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അയാളുടെ കരച്ചിലും വിളിയും ഒക്കെ കണ്ട് നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ വിവരം അറിഞ്ഞെത്തിയ സാബിറയുടെ ബന്ധുക്കൾക്ക് ഇതൊന്നും അത്ര ദഹിച്ചില്ല. അവർ പോലീസിനോട് ഈ മരണത്തിൽ ഷെരീഫിന് പങ്കുണ്ടെന്ന് ഊർജിത അന്വേഷണം വേണമെന്നും പറഞ്ഞ് തുടക്കത്തിലെ രംഗത്തെത്തുകയാണ്. മാത്രമല്ല, അവർ സാബിറയുടെ ജീവിതത്തിൽ തുടക്കം മുതൽ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. ഷെരീഫ് പ്രസവ സമയത്ത് ലേബർ റൂമിൽ പോയി കാണിച്ചു കൂട്ടിയതൊക്കെ വ്യക്തമാക്കുകയും ചെയ്തതോടെ പോലീസിനും ഇയാളിലേക്ക് സംശയം നിഴലിക്കുകയാണ്. പോലീസ് ആ വെള്ളക്കെട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. മാത്രവുമല്ല, ആ സ്കൂട്ടറിൻ്റെ ടയറ് ആരോ ബലമായിട്ട് കുത്തി കീറിയതും ഒരു മൽപ്പിടുത്തം ആ സ്കൂട്ടറിൽ വെച്ച് നടന്നതായും വ്യക്തമായി പോലീസിന്. ഒരുപക്ഷെ ഇയാൾ ഈ വെള്ളക്കെട്ടിലോട്ട് മനഃപൂർവ്വം ഈ വണ്ടി കൊണ്ട് പോയ സമയത്ത് സാബിറ ആ വണ്ടിയിലിരുന്ന് എതിർത്ത് കാണണം. അങ്ങനെ ആയിരിക്കും അവിടെ ഒരു മൽപ്പിടുത്തം നടന്നിരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ ശേഷമായിരിക്കും. എന്തായാലും അവിടെ ഒരു മൽപ്പിടുത്തം നടന്നതായിട്ട് പോലീസ് സ്ഥിരീകരിച്ചു. അതായത് വണ്ടി വെള്ളക്കെട്ടിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതായിരുന്നു. ഭാര്യയും മക്കളും മുങ്ങി മരിച്ച ശേഷമാണ് ഈ സ്കൂട്ടറിൻ്റെ ടയർ കുത്തിക്കീറിയിരിക്കുന്നത്. ഭാര്യയുടെയും മക്കളുടെയും മരണം ആഗ്രഹിച്ചിരുന്ന ഇയാളെ പോലീസ് രഹസ്യമായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാര്യം കൂടെ ഈ സാബിറയുടെ വീട്ടുകാർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നത് പോലീസിന്. ഭാര്യ മരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റ് സ്ത്രീകളുടെ അടുത്തൊക്കെ പോകുന്നതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും എല്ലാം പോലീസ് കണ്ടു. ഇതോടെ പോലീസ് ഷെരീഫിനെ തൂക്കുകയാണ്. എന്നിട്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അയാൾ കുറ്റസമ്മതം എല്ലാം നടത്തിയ അവസാനം ഇതൊന്നും കൂടാതെ ഇത് പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ചില കാര്യങ്ങൾ കൂടി പോലീസിന് കിട്ടിയിരുന്നു. അതായത്, ഈ സാബിറയുടെ പേരിൽ ഷെരീഫ് 2 മാസം മുമ്പ് ഒരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും നോമിനി ഇയാളും. സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ ഇൻഷുറൻസ് തുക നോമിനിയായ ഭർത്താവിലേക്ക് വന്നു ചേരും. ഈ നിഗമനമാണ് ഷെരീഫിൻ്റെ ഉള്ളിൽ. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. ഭാര്യയെ തട്ടി 10 ലക്ഷം രൂപയും അടിച്ചെടുത്ത് മറ്റൊരു പെണ്ണിനെയും കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള തന്ത്രമായിരുന്നു ഇതെല്ലാം. അവനത് ഭംഗിയായി ചെയ്യുകയും ചെയ്തു. കേസ് കോടതിയിലെത്തി വാദങ്ങളൊക്കെ നടക്കുകയാണ്. ഷെരീഫിനെ കോടതി ജയിലിലേക്ക് അയച്ചു. വിചാരണ നടക്കവേ 7 മാസത്തിന് ശേഷം ഷെരീഫിന് ജാമ്യം കൊടുക്കുകയാണ് കോടതി, അതും പല ഉപാധികളോടെ. ജാമ്യത്തിലിറങ്ങിയ അവൻ നാട്ടിൽ നിന്നും നേരെ മുങ്ങി. പിന്നെ ആരും അവനെ കണ്ടിട്ടേയില്ല. പോലീസ് ഓടാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. കാരണം നാട്ടിലും പിന്നെ ഗൾഫ് രാജ്യത്ത് വരെ പോലീസ് അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത്. ലുക്കൗട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചു. എന്നിട്ടും എവിടെയും ഇല്ല ഷെരീഫ്. അങ്ങനെ 12 വർഷം കടന്നുപോയി. ഈ കേസിൻ്റെ പിന്നാലെ തന്നെയാണ് അപ്പോഴും സാബിറയുടെ വീട്ടുകാർ. അവരതിൽ തന്നെ ഇവനെ പിടിക്കണമെന്ന രീതിയിൽ തന്നെ ഉറച്ചു നിന്നു. 12 വർഷത്തിന് ശേഷം മലപ്പുറം പോലീസിന് ഒരു വിവരം കിട്ടിയിരിക്കുന്നത് കർണാടകയിലെ പരപ്പന അഗ്രഹാരത്തിൽ നിന്നാണ്. ഷെരീഫിനെ അവിടെ കണ്ടതായിട്ട് അവിടെ പോയൊരു മലയാളിയാണ് വിളിച്ചറിയിച്ചിരിക്കുന്നത്. അവിടെ എത്തിയ പോലീസ് കാണുന്നത് തലയിൽ തൊപ്പിയൊക്കെ കമഴ്ത്തി ആകെ രൂപമൊക്കെ മാറി തടിച്ചിട്ട് ഷെരീഫ് അവിടെ ഇങ്ങനെ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതാണ്. അതിന് പ്രാർത്ഥനയും ജപവും ഒക്കെ ആയിട്ട് ആൾക്കാർക്കിടയിൽ ഇത്തിരി ഫേമസ് ആണിപ്പോൾ ഇയാൾ. എല്ലാവർക്കും ഇയാളെ നന്നായിട്ട് അറിയാം. ഇയാൾക്ക് നല്ല ബഹുമാനമൊക്കെ ആ നാട്ടിലും ഉണ്ട്. പോലീസ് ഇവനെ ചുറ്റിപ്പറ്റി കുറച്ച് ദിവസം ആ പോലീസ് സംഘം അവിടെ തന്നെ തമ്പടിച്ചു. കാരണം ഇത്രയും ജനസമ്മതിയൊക്കെ ഉള്ള ഒരാളെ പെട്ടെന്ന് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അത് അവിടെ ഉള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അതിനകത്തു നിന്നും ഇയാളെ കൊണ്ടുവരാൻ പോലീസിന് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവരാരും വിശ്വസിക്കുകയുമില്ല. ആൾക്കാരവിടെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പോലീസ് ഇവനെതിരെയുള്ള എല്ലാ തെളിവുകളും ഇവൻ്റെ കാര്യങ്ങളും എല്ലാം
എടുത്തുകൊണ്ട് വന്നിട്ട് അവിടുത്തെ നാട്ടുകാരിൽ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇവൻ ചെയ്ത കാര്യങ്ങളും ഇവൻ്റെ പേരിലുള്ള എന്തൊക്കെ കുറ്റങ്ങളാണ് എല്ലാം അവരെ പോലീസ് ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് പോലീസിന് ഒരു കാര്യം കൂടെ അറിയാൻ കഴിഞ്ഞത്, ഇവൻ അവിടെയും കല്യാണവും കഴിച്ച് 2 മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അതായത് ഭാര്യ ഒരു കൊൽക്കത്തക്കാരി സ്വദേശിനിയാണ് ഇവൻ കല്യാണം കഴിച്ച് കൂടെ പാർപ്പിച്ചിരിക്കുന്നത്. അവരെയും പോലീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, പണ്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം. സത്യം പറഞ്ഞാൽ ആ സ്ത്രീക്കും മക്കൾക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. മാത്രമല്ല അവിടുത്തെ ആൾക്കാർക്കും. കാരണം അവർ കണ്ട ഒരു മുഖമേ അല്ല കേരള പോലീസ് അവിടെ പോയി പറഞ്ഞിരിക്കുന്നത്. ഇവൻ ആദ്യം ഇതിൽ നിന്നും ഇത് ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തെങ്കിലും പോലീസ് കറക്റ്റായിട്ട് അവനെ തൂക്കി കേരളത്തിലോട്ട് കൊണ്ടുവന്നു. ഈ സംഭവം നടന്നത് 2013-ലാണ്. അതായത് സാബറയും മക്കളെയും ഇവൻ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഷെരീഫിനെ അവസാനം പരപ്പന അഗ്രഹാരയിൽ നിന്നും പോലീസ് പിടിച്ചത് 2025-ലുമാണ്. ഷെരീഫ് കാരണം പാവപ്പെട്ട ഒരമ്മയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും മരിച്ചു. ഇപ്പുറത്താണെങ്കിൽ അടുത്ത ഒരമ്മയും 2 മക്കളും വഴിയാധാരവുമായി. ചുരുക്കം പറഞ്ഞാൽ 2 കുടുംബം ഇവനെപ്പോലെ ഒരുത്തൻ കാരണം നശിച്ചു. ഈ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.